കേരളത്തിലും സസ്പെൻസ് തുടരുന്നു. മുഖ്യമന്ത്രി പദത്തിനായി അണിയറ നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുന്നു നേതാക്കൾ. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തി. സോണിയാഗാന്ധി ഉൾപ്പെടെ നേതാക്കളെ രമേശ് ചെന്നിത്തല കാണും. സന്ദർശനം മഹാരാഷ്ട്ര കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. കേൾക്കാം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം ഹൈക്കമാൻഡിൻ്റെ പരിധിയിൽപ്പെട്ട കാര്യങ്ങളാണ്. അവരാണ് എന്ത് നടപടി വേണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പം അവരേത് മോഡ് ഓഫ് ഓപ്പറേഷൻ വേണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കും. പ്രതിനിധികൾ വന്ന് എല്ലാവരോടും സംസാരിച്ച ശേഷം അവർ റിപ്പോർട്ട് കൊടുക്കും. അതിന് ശേഷമാണ് കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽജിയും സോണിയാജി ഉൾപ്പെടെയുള്ളവരടുത്ത് തീരുമാനമെടുക്കും. സാമൂഹിക മാധ്യമങ്ങളിലല്ലല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്, ആണോ? അല്ലല്ലോ. ഫ്ലെക്സ് വെക്കുന്നതുകൊണ്ടാണോ തീരുമാനം ഉണ്ടാകുന്നത്? അതൊക്കെ ആദ്യം അനുയായികൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതൊന്നും കൊണ്ട് വലിയ കാര്യമില്ല. ഫ്ലെക്സ് വെക്കാനും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ രമേശ് ചെന്നിത്തലയുടെ ഡൽഹി സന്ദർശനം എന്തിനെന്ന് അറിയില്ല എന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ മറുപടി. നാളെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം നാളെ ചേരും. സാധാരണ രീതിയിൽ ഹൈക്കമാൻഡാണ് MLA-മാരുടെ വ്യൂ പോയിന്റ്സ് കേൾക്കുക. അതിനുശേഷം ഈ നിരീക്ഷകർ ഹൈക്കമാൻഡിൽ റിപ്പോർട്ട് ചെയ്യും. അവിടെ നിന്ന് തീരുമാനം അറിയും. നിരീക്ഷകർ ഉടൻ കേരളത്തിലെത്തുമെന്നും തീരുമാനം പിന്നാലെ എന്നുമായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. മുഖ്യമന്ത്രി ചർച്ചകളാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്നുമില്ല, അതൊക്കെ ഒബ്സർവേഴ്സ് ഇവിടെ പോയിട്ടുണ്ട്. ചെന്നിത്തല യോഗ്യനാണെന്നുള്ള എന്താ പ്രതികരണം? NSS ഇന്ന് എത്തും. ഇതിനിടെ KC വേണുഗോപാലിനെ പരസ്യമായി പിന്തുണച്ച് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് രംഗത്തെത്തി. മുഖ്യമന്ത്രി ചർച്ചയിൽ MLA-മാരുടെ അഭിപ്രായം നിർണായകം എന്നാണ് ദീപ്തി മേരി വർഗീസ് പറഞ്ഞത്. AICCയുടെ ഒബ്സർവേഴ്സ് വരും, അവർ MLA-മാരോട് അഭിപ്രായങ്ങൾ ചോദിക്കും. MLA-മാരുടെ അഭിപ്രായം എല്ലാം സമന്വയിപ്പിച്ച് ഏറ്റവും ഉചിതമായ സമയത്ത് ഉചിതമായ ഒരു മുഖ്യമന്ത്രി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. AICCയുടെ വലിയ നേതൃത്വം, ഇപ്പോൾ ചാർജുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, ശ്രീ KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ എല്ലാ മണ്ഡലങ്ങളിലും, ഇവിടെ ഏറ്റവും അധികം മണ്ഡലങ്ങളിൽ പോയി പ്രചരണം നടത്തിയതും അതിന് നേതൃത്വം കൊടുത്തതും എല്ലാ അർത്ഥത്തിലും AICCയുടെ എല്ലാ പിന്തുണയും, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല, എല്ലാ 50-ലേറെ MLA-മാരുടെ പിന്തുണയുണ്ട് എന്നാണ് KC വിഭാഗത്തിന്റെ അവകാശവാദം. ആലുവയിലെ VD സതീശന്റെ വീട്ടിൽ പ്രവർത്തകരുടെ തിരക്കാണ്. TJ വിനോദ്, ദീപക് ജോയ് തുടങ്ങി നിയുക്ത MLA-മാർ VD സതീശനെ വീട്ടിലെത്തി കണ്ടു. മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇല്ല ഒന്നും ചർച്ചയില്ല. 2 MLA-മാർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു പിന്തുണ അർപ്പിക്കാൻ വേണ്ടി എത്തിയതാണ്. ഞാൻ പുള്ളി ജില്ലയിൽ വന്നപ്പോൾ കാണാനായിട്ട് വന്നു. PR അരവിന്ദ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അരവിന്ദ്, കേരളത്തിൽ ഇതൊക്കെയാണ് നടക്കുന്നത്. പല ആളുകളുടെ ഭാഗത്തു നിന്ന്, നിയുക്ത MLA-മാർ ഉൾപ്പെടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്, അണികളുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഫ്ലെക്സ് പോര് മറ്റൊരു ഭാഗത്ത് അത് തുടരുകയാണ്. അതിനിടെ ഡൽഹിയിൽ നടക്കുന്ന നീക്കങ്ങൾ എങ്ങനെയാണ്? രമേശ് ചെന്നിത്തല ഡൽഹിയിലുണ്ട്, KC വേണുഗോപാൽ ഡൽഹിയിലുണ്ട്. രണ്ടുപേരും സോണിയാഗാന്ധിയുടെ വസതിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹാരാഷ്ട്ര കോൺഗ്രസുമായി ബന്ധപ്പെട്ട യോഗമാണ്, പക്ഷേ തീർച്ചയായും കേരളം അവിടെ ഒരു ചർച്ചാ വിഷയമാകുമല്ലോ. അതിന്റെ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ മത്സരമാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് 10 ജൻപത്ത്, അതായത് കോൺഗ്രസിന്റെ നേതാവ് സോണിയാഗാന്ധിയുടെ വസതിയിലാണ്. ഇപ്പോൾ ഈ വസതിയിലേക്ക് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്ര പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ വസതിയിൽ വെച്ച് നടക്കുന്നു എന്നതാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാൽ മുൻകാലങ്ങളിൽ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നത് ഇന്ദിരാഭവനിലും അതുപോലെ തന്നെ അക്ബർ റോഡിലെ ACC ആസ്ഥാനത്തുമായിരുന്നു. പക്ഷേ അതിന് വ്യത്യസ്തമായിട്ടാണ് ഇന്ന് സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇപ്പോൾ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിലും ആദ്യമായാണ് നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ആദ്യമായാണ് രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധിക്ക് മുന്നിലേക്ക് എത്തുന്നത്. കൃത്യമായി ഈ വിഷയങ്ങളടക്കം ഇന്ന് ഇവിടെ ചർച്ചയാകുമെന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും KC വേണുഗോപാൽ എത്തിയിട്ടുണ്ട്, രമേശ് ചെന്നിത്തല എത്തിയിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഈ വസതിയിലുണ്ട്. അതേസമയം മല്ലികാർജ്ജുൻ ഖാർഗെ ഈ വസതിയിലേക്ക് എത്തിയിട്ടില്ല. അല്പസമയത്തിനകം അദ്ദേഹം കൂടി എത്തുമെന്നതാണ് മനസ്സിലാകുന്നത്. കാരണം മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി വലിയ രീതിയിലുള്ള ചർച്ചകൾ സംസ്ഥാനത്ത് നടക്കുന്നു. VD സതീശനാണോ, KC വേണുഗോപാലാണോ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ആകണമോ അടുത്ത മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നു. എന്തായാലും അഭിപ്രായം കൃത്യമായി തന്നെ രമേശ് ചെന്നിത്തല ഇന്ന് രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയെയും അറിയിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാകുന്നത്. തനിക്ക് ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ അവകാശമുണ്ട്, താൻ മുതിർന്ന നേതാവ് അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ഇന്ന് നേതാക്കളെ അറിയിച്ചിരിക്കും. ഇന്ന് വൈകുന്നേരത്തോടു കൂടി രമേശ് ചെന്നിത്തല നാട്ടിലേക്ക് മടങ്ങുമെന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം രാവിലെ 9:30 മാത്രമാണ് ഡൽഹിയിലേക്ക് രമേശ് ചെന്നിത്തല എത്തിയത്. ഏതാനും മണിക്കൂറുകൾ മാത്രമായിരിക്കും രമേശ് ചെന്നിത്തല ഡൽഹിയിലുള്ളത്. അപ്പോൾ ആ സമയത്തുള്ളിൽ തന്നെ തന്റെ കാര്യങ്ങൾ കൃത്യമായി തന്നെ ഹൈക്കമാൻഡിനെ അറിയിക്കുക എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. എന്തായാലും
മഹാരാഷ്ട്ര പുനഃസംഘടന ചർച്ചകൾ അകത്ത് പുരോഗമിക്കുമ്പോഴും കേരളമടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായ ചർച്ച നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുകൂടാതെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ നിരീക്ഷകരെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. മുഗൾ വാസനിക്കും അതുപോലെ തന്നെ അജയ് മാക്കൻ അടക്കമുള്ള നേതാക്കളാണ് കേരളത്തിലേക്ക് പോകുന്നത്. അവർ വൈകുന്നേരം 3:30 തന്നെ കേരളത്തിലേക്ക് തിരിക്കും. കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ കൃത്യമായി MLA-മാരുമായി ഈ നിരീക്ഷകർ സംസാരിക്കും. പ്രത്യേകം സംസാരിക്കുന്നതിന് പുറമെ ഒരുമിച്ചും MLA-മാരുമായി നിരീക്ഷകർ സംസാരിക്കും. അതിനുശേഷമാണ് ആർക്കാണ് MLA-മാരുടെ കൂടുതൽ പിന്തുണയുള്ളതെന്ന കാര്യം ഹൈക്കമാൻഡിനെ അറിയിക്കുക. അതിനുശേഷം ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നതാണ് നിലവിൽ മനസ്സിലാകുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായാൽ മറ്റ് ഘടകകക്ഷികളുമായും അതുപോലെ തന്നെ MP-മാരുമായും അടക്കം ഹൈക്കമാൻഡ് ചർച്ചകൾ നടത്തും. എന്തായാലും നിലവിൽ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകില്ല എന്നതാണ് മനസ്സിലാകുന്നത്. അതിലും ചർച്ചകൾ നടത്തി അതിവേഗം ഒരു പ്രഖ്യാപനത്തെ തന്നെയാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തല തനിക്ക് ഈ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള അവകാശം അല്ലെങ്കിൽ അവകാശവാദം ഉന്നയിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.